മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദേവികാസ് ഡ്രീം വേൾഡ്. ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്, ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പം ആ ഹോസ്പിറ്റലിൽ ധാരാളം എക്സസൈസ് ചെയ്യാനായിട്ടുള്ള ഓരോ വസ്തുക്കളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ കയറുന്ന വീഡിയോ ആണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഹോസ്പിറ്റൽ വളരെ പ്രകൃതി രമണീയമായ ഹോസ്പിറ്റലാണ്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ധാരാളം കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ കയറി വരുമ്പോഴേ ഇവിടെ വലിയൊരു പുസ്തകം കാണുന്നതാണ് കേട്ടോ. അപ്പം ആരോഗ്യനികേതനെ കുറിച്ചിട്ടുള്ള ഇതൊക്കെ നമുക്ക് ഇവിടെ വായിക്കാവുന്നതാണ്. പിന്നെ ഞാൻ ചെന്നപ്പോഴേ എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായി ഗൈസ്, നോക്കിക്കോളൂ. ഗൈസിൻ്റെ അപ്പത്തെ എക്സ്പ്രഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ശ്രദ്ധിക്കാത്തവരൊന്നും കൂടെ ഒന്ന് പുറകിലോട്ട് അടിച്ചിട്ട് ശ്രദ്ധിച്ചു കേട്ടോ. പിന്നെ അത് അടുത്തയിലോട്ട് കയറി അതിങ്ങനെ കറക്കാനുള്ളതാണ്. രണ്ട് കൈയും വെച്ചിട്ട് ഇങ്ങനെ കറക്കണം. ഇത് വേറൊരു എക്സസൈസാണ്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ പരിചയമുള്ളൊരു സംഭവമാണ്. ഇതൊക്കെ ഒത്തിരി പേര് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. അപ്പം ഇത് സൈക്കിൾ ഓടിക്കുകയാണ് ഞാൻ. അതിനുശേഷം എൻ്റെ ഫേവറേറ്റ് എനിക്കിഷ്ടപ്പെട്ട അടുത്തയിൽ കയറി എനിക്കിഷ്ടപ്പെട്ടു. ഞാനിത് ഒത്തിരി നേരം അവിടെ നിന്ന് ഈ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നു. നടക്കുന്ന പോലെയൊക്കെ തോന്നുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേരെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അവിടെ താഴെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ അത് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് അതിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ അതിൻ്റെ ഇപ്പുറത്തൊരു പുഷപ്പ് ഉണ്ടായിരുന്നു, അത് ഞാൻ ചെയ്തില്ല. എനിക്കത് ചെയ്യാൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ അടുത്ത എക്സസൈസ് ചെയ്യാനുള്ളതിൽ കയറി ഇതിങ്ങനെ ഇരുന്ന് കറങ്ങാനുള്ളതാണ് കേട്ടോ. ഞാൻ കറങ്ങുന്ന പോലെ ഒന്നുമല്ല, അത് വേറെ എന്തോ ഒരു രീതിയിലാണ് കറങ്ങേണ്ടത്. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ് കേട്ടോ. ഇത് നിന്ന് കറങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനുശേഷം ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാൻ മേല. ഞാൻ ചുമ്മാ ചാടി കളിക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഓക്കേ, അപ്പം നമ്മളിനി അടുത്തയിലോട്ട് പോയാലോ അടുത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിൽ എത്ര വളയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടും. നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ ചെയ്യുന്ന രീതി ചെയ്യാനാണ് എനിക്ക് ഇച്ചിരിയും കൂടി ഇഷ്ടം. അപ്പോൾ നല്ല സുഖം, ഊഞ്ഞാലാടുന്ന പോലെയൊക്കെ തോന്നും കേട്ടോ ഒത്തിരി നേരം ആടിക്കഴിഞ്ഞാൽ. ഇപ്പോൾ അടുത്തയിലോട്ട് ഞാൻ കയറിയിരിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കുന്ന പോലെ തോന്നും. കണ്ട നല്ല രസമുണ്ട്. ഇങ്ങനെ ആടി നടക്കുന്ന പോലെ തോന്നും. ഇതെന്താണെന്ന് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. ഇങ്ങനെ വലിച്ച് ഇതാക്കാനുള്ളതാണ് കേട്ടോ. ഓക്കെ. പിന്നെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇത് നടപ്പാതയാണ്. ഈ നടപ്പാതയിലൂടെ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പാർക്കും ഉണ്ട്. പിന്നെ ഈ പാർക്കൊക്കെ ഞാൻ ഊഞ്ഞാലുണ്ടായിരുന്നു അവിടെ. ഞാൻ ഊഞ്ഞാലിരുന്ന് ആടുമായിരുന്നു. അപ്പം രണ്ട് കയ്യിലും ഫോൺ പിടിച്ചിരിക്കുകയല്ലേ. അപ്പം ഞാൻ മറിഞ്ഞടിച്ച് താഴെ വീണാണ് ഗൈസ്. ഇപ്പം നിങ്ങൾ കണ്ടത് ഞാൻ മറിഞ്ഞടിച്ച് താഴെ വീണാണ്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മളിങ്ങനെ നടക്കുകയാണ്. നടന്ന് ഈ ചാടുന്ന ആ സംഭവം ഉണ്ടായിരുന്നു. അതിലെനിക്ക് കയറുന്നുണ്ടായിരുന്നു. പക്ഷേ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കയറാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ ഒരു ആനമാമൻ നിൽപ്പുണ്ട് കേട്ടോ. പിന്നെന്താണ്, ഇതിലാണ് എനിക്ക് കയറേണ്ടത്. പക്ഷേ 10 വയസ്സിന് താഴെയുള്ളവർക്കേ കയറാൻ പറ്റുള്ളൂ എന്ന് എഴുതിയിട്ടിട്ടുണ്ട്. എനിക്ക് ആനമാമൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ധാരാളം മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നല്ല രസമാണ്. ഇതിലെ കൂടെ രാവിലെയൊക്കെ നടക്കാൻ നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മൾ ഇച്ചിരിയും കൂടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ നമുക്ക് ട്രീ ഹൗസ് കാണാവുന്നതാണ് കേട്ടോ. കാണുന്നത് നിങ്ങൾ ട്രീ ഹൗസാണ്. പിന്നെ അവിടെ പാടം പോലത്തെ എന്തോ ഒരു സ്ഥലമുണ്ട്. പാടമാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനൊരു അടിപൊളി സംഭവമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം നമ്മൾ ആനമാമയുടെ പുറകിലാണ് നിൽക്കുന്നത്. നമുക്ക് ഫ്രണ്ടിലേക്ക് പോവാം. ഇവിടെ ഒരു കിളിക്കൂട് പോലത്തെ ഒരു ഊഞ്ഞാലുണ്ട്. ഇത് നാടൻ നല്ല സുഖാട്ടോ. രാവിലെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. നല്ല തണുപ്പാണ് അവിടെ. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 9 മണിയൊക്കെ ആയി കാണും. പക്ഷേ ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഫുൾ മരങ്ങളല്ലേ, അതുകൊണ്ടാവാം. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഊഞ്ഞാലാടുകയാണ്. നല്ല സുഖമുണ്ട്. കണ്ട, ഞാൻ എന്നെ തന്നെ കാണിച്ചു തരികയാണ്.
ഓക്കേ, ഇനി നമുക്ക് അടുത്ത കാണാനുള്ളതെന്ന് വെച്ചാൽ അവിടെയുള്ള ബാക്കിയുള്ള പ്രതിമകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കാണാം. എന്താ അവിടെ ഒരു കുടത്തിൽ നിന്ന് വെള്ളാരം കല്ല് ഇങ്ങനെ താഴോട്ട് വീഴുന്നതായിട്ടുണ്ട്. പിന്നെ ഇതാ ധാരാളം മരങ്ങൾ. പിന്നെന്താ ഉള്ളത്, ഒരു ബുദ്ധൻ്റെ പ്രതിമയുണ്ട് കേട്ടോ. ഒരു നല്ല ഭംഗിയുള്ളൊരു ബുദ്ധൻ്റെ പ്രതിമയുണ്ട്. ഇത് ഇതാ പണ്ടത്തെ വീട് പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ പണ്ടത്തെ മുറുക്കാങ്കടയാണ് കേട്ടോ ഇത്. മുറുക്കാങ്കട അവിടുത്തെ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. എന്താ ഗോലി സോഡ ഉണ്ട് ഇവിടെ. പിന്നെ അതെന്തായിരുന്നു, ബിസ്ക്കറ്റ് അങ്ങനെ എന്താണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇതാ മുട്ടയാണത്. ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇവിടെ കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.